മലയാളം സീസൺ 6 അവസാനിച്ചപ്പോഴത്തേക്ക് ദേ നമ്മുടെ ബിഗ് ബോസിന്റെ വീടൊക്കെ പൊളിക്കുകയാണ് എല്ലാരും കൂടെ. കണ്ടായിരുന്നോ? ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതോ അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാളാന്ന് തോന്നുന്നു. ഹിന്ദിയിലൊക്കെ കേട്ടോ വീഡിയോ. അപ്പൊ അതിനകത്ത് ക്ലിയർ ആയിട്ട് തന്നെ അവര് ആ ഫുൾ വീട് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താ, ഇത്രയും നാള് നമ്മള് അതിനകത്ത് ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും എന്താ പറയാ 24 മണിക്കൂറും ആ ലൈവ് കണ്ടിട്ടും അല്ലെങ്കിൽ ഫുൾ ടൈം അതായിരുന്നല്ലോ ഒരു 3 മാസത്തെ കാലത്തോളം ഫുൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തോ അത് പൊളിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നിപ്പോയി. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം ഓരോ ഭാഗങ്ങൾ, അതായത് ലിവിംഗ് റൂം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പവർ റൂം, നെസ്റ്റ് റൂം, പിന്നെ ഡെൻ റൂം, എല്ലാം കൺഫ്യൂഷൻ റൂം, അതുപോലെ തന്നെ അവരുടെ എന്താണ് റെസ്റ്റ് റൂംസ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പുള്ളിക്കാരൻ ആ വീഡിയോക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്ലാരിറ്റിയിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ നമ്മുടെ ക്യാമറകളൊക്കെ ഊരിയിട്ട് ഈ ഇതിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് റൂം ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിനകത്ത് ഇങ്ങനെ ഫുൾ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഒരു എന്തോ വല്ലാത്തൊരു ഫീലിങ്സ്, എന്താ പറയാ, ഭയങ്കര സങ്കടം തോന്നിപ്പോയി എനിക്ക്. നമ്മളെപ്പോഴും അത് കണ്ടോണ്ടിരുന്നോണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആലോചിക്കും, എനിക്ക് ഇത്ര സങ്കടം തോന്നുവാണെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. പ്രത്യേകിച്ച് നമ്മുടെ ജാൻമോണി ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ കിടന്ന് ഇപ്പൊ കരയുന്നുണ്ടാവും പുള്ളിക്കാരത്തി. കാരണം ആൾക്കത് പൊളിക്കാതെ തന്നെ വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഭയങ്കര പൊളിക്കുന്ന ഓർക്കാൻ വയ്യ, അയ്യോ പൊളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ എന്താ പറയാ, മൂന്ന് മാസം ശരിക്കും പറഞ്ഞാൽ അവര് മാത്രമല്ല, നമ്മളും അതായത് ബിഗ് ബോസ് കാണുന്ന എനിക്ക് ഒട്ടുമിക്ക പ്രേക്ഷകരും ഇപ്പം അതൊരു ഭയങ്കര ഒരു സങ്കടം തോന്നി കാണും ആ വീട് പൊളിക്കുന്നത് കാണുമ്പോൾ. സാധാരണ എനിക്ക് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് പൊളിക്കാറില്ല. സാധാരണ കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് അവര് പൊളിക്കാറ്. ഇപ്രാവശ്യം സീസൺ നമ്മുടെ ഞായറാഴ്ച അത് കഴിഞ്ഞതേ ഉള്ളൂ. ദേ ഇപ്പൊ ബുധനാഴ്ച ഇന്ന് ആയതേ ഉള്ളൂ. അപ്പത്തേക്കും നമ്മുടെ സെറ്റൊക്കെ ഫുൾ പൊളിച്ച്. ഇനിയിപ്പോ എന്താ പറയാ, അതെല്ലാം പൊളിച്ച് മാറ്റും. ഇനിയിപ്പോ അടുത്ത സീസണൊക്കെ വരികയല്ലേ, തമിഴിന്റെ സീസണൊക്കെ വരുമായിരിക്കും. ഇനി അൾട്ടിമേറ്റ് വരുമോന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ തമിഴിന്റെ അൾട്ടിമേറ്റ് ആണോ വരുന്നതെന്ന് അറിയില്ല. മലയാളത്തിന്റെ കാര്യം ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കത് പൊളിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കുക തന്നെ വേണം. പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിനകത്താണെങ്കിൽ അർജുന്റെ ഒരു പാർസലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അർജുന്റെ പേര് എഴുതിയിട്ട് അതിനകത്ത് അർജുന്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു എഴുതിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അർജുൻ കൊണ്ടുപോകാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ അവര് അവിടെ നടന്ന ഈ നമ്മുടെ ഗബ്രിയുടെ വാഴത്തോട്ടം ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് പ്രത്യേകിച്ച് ഓരോ സ്പോട്ട് കാണുമ്പോഴത്തേക്കും ഓരോ അവരുടെ കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ അവരെയൊക്കെ ഓർമ്മ വരികയാണ്. അപ്പൊ അവരെ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ഓർത്തുപോയി. എന്തായാലും എനിക്കെന്തോ ഭയങ്കര സങ്കടമായി. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ.